ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമായി നടക്കുകയാണ്. അതിജീവിത പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ എവിടെയെന്നതിന് ഉത്തരം കണ്ടെത്താൻ ഇപ്പോഴും പോലീസിന് സാധിച്ചിട്ടില്ല. രാഹുൽ എങ്ങോട്ട് പോയി, ആരാണ് രാഹുലിനെ സഹായിച്ചത് എന്നെല്ലാം കണ്ടെത്താൻ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ച രാഹുലിന്റെ അപേക്ഷയിൽ കോടതി തീരുമാനം എടുക്കട്ടെ, എന്നിട്ടാകാം അറസ്റ്റ് എന്ന നിലപാടിലായിരുന്നു പോലീസ് ഇതുവരെ. എന്നാൽ ജാമ്യ ഹർജിയിൽ തീരുമാനമാകും മുൻപ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനായി നാടെങ്ങും വല വിരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം. കേരളത്തിലും കേരളത്തിന് പുറത്തും അന്വേഷണവും തിരച്ചിലും നടക്കുകയാണ്. സ്വന്തം വാഹനം ഉപേക്ഷിച്ച് ഒരു നടിയുടെ ചുവന്ന പോളോ കാറിലാണ് രാഹുൽ നാടുവിട്ടത് എന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ കാർ നടിയുടെ സഹോദരിയുടേതാണ് എന്നും നടിയാണ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത് എന്നുമാണ് പുറത്തുവരുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധമുള്ള ഈ നടിയെ നോട്ടീസ് നൽകി അന്വേഷണ സംഘം വിളിപ്പിക്കുമെന്നും വിവരമുണ്ട്. ഏത് സാഹചര്യത്തിലാണ് രാഹുലിന് കാർ നൽകിയത് എന്ന് ചോദിച്ചറിയും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ ഉപയോഗിച്ചിരുന്നത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണമില്ല. ഈ നേതാവ് രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ബുധനാഴ്ച രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിന് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനും ജാമ്യം കിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കേരളത്തിലെ 14 ജില്ലകളിലും എസ്.പിമാരുടെ നേതൃത്വത്തിൽ രാഹുലിനെ കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലകൾ തോറും എസ്.പിയുടെ ഈ പ്രത്യേക സംഘം രാഹുലിനായി തിരച്ചിൽ നടത്തുന്നുമുണ്ട്. ഇതിനു പുറമെ തമിഴ്നാട്ടിലും ബംഗളൂരുവിലും രാഹുലിനായി പോലീസ് വല വിരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്കാണ് രാഹുൽ കടന്നത് എന്നാണ് നേരത്തെ പ്രചരിച്ച അഭ്യൂഹം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. രാഹുലുമായി അടുപ്പമുള്ളവരെ പ്രത്യേകമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. പാലക്കാട്ട് നിന്ന് പോകും മുൻപ് രാഹുൽ ആരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന് പോലീസ് കോൾ രേഖ പരിശോധിച്ചു. ഈ ആളുകളെയെല്ലാം ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കൂടാതെ രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന ചിലർക്കുകൂടി മൊഴിയെടുക്കലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് പോകും മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ അവസാനം എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ DVRൽ നിന്ന് മായ്ച്ചു കളഞ്ഞതായാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കെയർടേക്കറുടെ ഉൾപ്പെടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. രാഹുലിന്റെ സുഹൃത്തും കേസിലെ 2ാം പ്രതിയുമായ ജോബി ജോസഫും ഒളിവിലാണ്. ഇയാളും രാഹുലിന് ഒപ്പമുണ്ട് എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. അറസ്റ്റ് നടപ്പാക്കാൻ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിർബന്ധിത ഗർഭഛിദ്രമടക്കം താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് യുവതി വിശദമായ മൊഴി നൽകിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്ന കണക്കുകൂട്ടലിലാണ് നിലവിൽ പോലീസ്. തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും ഫ്ളാറ്റുകളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതിന്റെ തീയതി അടക്കമുള്ള വിശദാംശങ്ങൾ യുവതി നൽകിയ മൊഴിയിലുണ്ട്. ബലാത്സംഗവുമായി ബന്ധപ്പെട്ട 4 വകുപ്പുകളും ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ടും പീഡിപ്പിച്ചുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പും ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതെല്ലാം രാഹുലിന് കുരുക്കാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ശബ്ദരേഖയിലുള്ളത് രാഹുലിന്റെ ശബ്ദം തന്നെയാണ് എന്ന് അന്വേഷണ സംഘം ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതോടെ രാഹുലിന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറയുമെന്ന് വിലയിരുത്തുന്നു. കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ യുവതിയുടെ സഹപ്രവർത്തകരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. അതിനിടെ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് രാഹുൽ കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചു. താൻ നിരപരാധിയാണ് എന്ന് സമർത്ഥിക്കുന്നതിന് യുവതിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ, ഫോൺ സംഭാഷണങ്ങൾ, യുവതിയും ഭർത്താവും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ എന്നിവയാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഒരു പെൻഡ്രൈവിലാക്കി കോടതിക്ക് കൈമാറിയത്. യുവതി ഗർഭിണിയായ കാലയളവിൽ അവർ വിവാഹിതയായിരുന്നുവെന്നും ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു എന്നത് കള്ളമായ വാദമാണ് എന്നും രാഹുൽ വാദിക്കുന്നു. താനും യുവതിയും അടുപ്പത്തിലായിരുന്നു എന്നത് രാഹുൽ സമ്മതിച്ചുവെങ്കിലും യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗർഭഛിദ്രം നടത്തിയത് എന്നാണ് രാഹുലിന്റെ വാദം. മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. അതിജീവിതയായ യുവതിക്കെതിരെ അധിക്ഷേപകരമായ പല പോസ്റ്ററുകളും സൈബർ ഇടത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിജീവിതയുടെ സ്വകാര്യത വെളിപ്പെടുത്തിയെന്ന പരാതിയിൽ നെടുങ്കണ്ടം സ്വദേശിക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്. സമൂഹ മാധ്യമത്തിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന പോസ്റ്റ് ഇട്ടെന്നാണ് ആരോപണം.
ഇത് സംബന്ധിച്ച് നെടുങ്കണ്ടം പോലീസ് അന്വേഷണവും തുടങ്ങി. നേരത്തെ രാഹുൽ ഈശ്വർ, കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ, മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കൽ, അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവർക്കെതിരെയും കേസെടുത്തിരുന്നു. അതിജീവിതയെ അധിക്ഷേപിക്കുന്ന ഒരു നടപടിയും പാടില്ല എന്ന് കോൺഗ്രസ് ശക്തമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതിന് മുതിർന്നാൽ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ഫേസ്ബുക്കിൽ യുവതിക്കെതിരായ അധിക്ഷേപകരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ മെറ്റയ്ക്ക് പോലീസ് ഇമെയിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്.